ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഖാദി ബോർഡ് LDCയുമായി വന്നിട്ട് ഒരു ലാസ്റ്റ് മിനിറ്റ് GK ആണ്. തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും. ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്ന സ്ഥലം? രാജഗ്രഹം. BC 483. BC 483 രാജഗ്രഹത്തിൽ വെച്ചിട്ടാണ് ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത്. ആന്ധ്രഭോജൻ എന്നറിയപ്പെടുന്ന ആര്? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരാണ് ആന്ധ്രഭോജൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആന്ധ്രഭോജൻ കൃഷ്ണദേവരായരാണ്. ശതവാഹനന്മാർ അറിയപ്പെട്ടിരുന്നത്? അന്തർജന്മാർ. അന്തർജന്മാർ എന്നാണ് ശതവാഹനന്മാർ അറിയപ്പെട്ടിരുന്നത്. ഔറംഗസേബിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്? ദൗലത്താബാദ്. ദൗലത്താബാദിലാണ് ഔറംഗസേബിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ദൗലത്താബാദ്. ഗാരവേലനുമായി ബന്ധപ്പെട്ട ശിലാലേഖ? ഹരിതകുംഭ ശിലാലേഖ. ഹരിതകുംഭ ശിലാലേഖയാണ് ഗാരവേലനുമായി ബന്ധപ്പെട്ട ശിലാലേഖ. അക്ബർനാമ രചിച്ചതാരെ? അബ്ദുൾ ഫൈസൽ. അബ്ദുൾ ഫൈസലാണ് അക്ബർനാമ രചിച്ചത്. ബുദ്ധന്റെയും മഹാവീരന്റെയും സമകാലികനായിരുന്ന രാജാവ്? ബിംബിസാരൻ. ബിംബിസാരനാണ് ബുദ്ധന്റെയും മഹാവീരന്റെയും സമകാലികനായിരുന്ന രാജാവ്. സൂർ വംശത്തിലെ അവസാനത്തെ രാജാവ് ആര്? ആദിൽ ഷാ സൂരി. ആദിൽ ഷാ സൂരിയാണ് സൂർ വംശത്തിലെ അവസാനത്തെ രാജാവ്. സെന്റ് ജോർജ് കോട്ട സ്ഥിതി ചെയ്യുന്നത്? ചെന്നൈ. ചെന്നൈയിലാണ് സെന്റ് ജോർജ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. സെന്റ് ജോർജ് കോട്ട ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവസാനത്തെ സയ്യിദ് രാജാവ് ആരെ? അലാവുദ്ദീൻ ആലം ഷാ. അലാവുദ്ദീൻ ആലം ഷായാണ് അവസാനത്തെ സയ്യിദ് രാജാവ്. ഹാരപ്പ കണ്ടെത്തിയത്? ദയാറാം സാഹിനി. ദയാറാം സാഹിനിയാണ് ഹാരപ്പ കണ്ടെത്തിയത്. അവസാനത്തെ അടിവംശ രാജാവ് ആരെ? കൈക്കോബാദ്. കൈക്കോബാദാണ് അവസാനത്തെ അടിവംശ രാജാവ്. പുരുഷപുരം ഇന്ന് അറിയപ്പെടുന്നത്? പെഷവാർ. പെഷവാർ എന്നാണ് പുരുഷപുരം ഇന്ന് അറിയപ്പെടുന്ന പേര്. തറൻ യുദ്ധത്തിൽ ഏർപ്പെട്ട ഭരണാധികാരികൾ? ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും. മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനുമാണ് തറൻ യുദ്ധത്തിൽ ഏർപ്പെട്ട ഭരണാധികാരികൾ. തഥാഗതൻ എന്നറിയപ്പെടുന്ന ആര്? ശ്രീബുദ്ധൻ. ശ്രീബുദ്ധനാണ് തഥാഗതൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാകാട വംശ സ്ഥാപകൻ? വിന്ധ്യശക്തി. വിന്ധ്യശക്തിയാണ് വാകാട വംശ സ്ഥാപകൻ. വിന്ധ്യശക്തിയാണ് വാകാട വംശ സ്ഥാപകൻ. അക്ബറിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചതാരെ? ബൈറാം ഖാൻ. ബൈറാം ഖാനാണ് അക്ബറിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചത്. ബൈറാം ഖാൻ. സമുദ്രഗുപ്തന്റെ മന്ത്രിയായിരുന്ന ബുദ്ധപണ്ഡിതൻ ആര്? വസുബന്ധു. വസുബന്ധുവാണ് സമുദ്രഗുപ്തന്റെ മന്ത്രിയായിരുന്ന ബുദ്ധപണ്ഡിതൻ. ഇന്ത്യയിൽ ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് ഇന്ത്യയിൽ ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ. ആര്യഭട്ട വിജയകരമായി വിക്ഷേപിച്ച വർഷം? 1975. 1975 ആര്യഭട്ട വിജയകരമായി വിക്ഷേപിച്ചത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ. പോണ്ടിച്ചേരി കൈയടക്കി ഭരിച്ചിരുന്ന വിദേശ രാജ്യം? ഫ്രാൻസ്. ഫ്രാൻസ് ആണ് പോണ്ടിച്ചേരി കൈയടക്കി വെച്ചിരുന്ന വിദേശ രാജ്യം. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ ആദ്യ മലയാളി? VP മേനോൻ. VP മേനോനാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്
സെക്രട്ടറിയായി നിയമിതനായ ആദ്യ മലയാളി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951. 1951 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഫസൽ അലിയായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. VSSCയുടെ പൂർണ്ണരൂപം എന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ് VSSCയുടെ പൂർണ്ണരൂപം. ലോകത്തെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ അണക്കെട്ട് ഇന്ത്യയിലാണ്. എന്താണ് ആ അണക്കെട്ടിന്റെ പേര്? ബക്രാനങ്കൽ. ബക്രാനങ്കൽ എന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ അണക്കെട്ടിന്റെ പേര്. ഇത് ഇന്ത്യയിലാണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964. 1964 ഡോക്ടർ DS കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായ മലയാളി ആരാണ്? KM പണിക്കർ. KM പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായ മലയാളി. KM പണിക്കർ. ഇന്ത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? ഗുപ്ത കാലഘട്ടം. ഗുപ്ത കാലഘട്ടമാണ് ഇന്ത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗുപ്ത കാലഘട്ടം. ഏറ്റവും കുറഞ്ഞ കാലം ഭരിച്ചിരുന്ന സുൽത്താൻ വംശം? ഗിൽജി വംശം. ഗിൽജി വംശമാണ് ഏറ്റവും കുറഞ്ഞ കാലം ഭരിച്ചിരുന്ന സുൽത്താൻ വംശം. ശ്രീബുദ്ധന്റെ യഥാർത്ഥ നാമം? സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥൻ എന്നാണ് ശ്രീബുദ്ധന്റെ യഥാർത്ഥ പേര്. രാജരാജ ചോളന്റെ ഭരണ തലസ്ഥാനം? തഞ്ചാവൂര്. തഞ്ചാവൂറാണ് രാജരാജ ചോളന്റെ ഭരണ തലസ്ഥാനം. ജൈനമതത്തിലെ 23ാം തീർത്ഥങ്കരൻ? പാർശ്വനാഥൻ. പാർശ്വനാഥനാണ് ജൈനമതത്തിലെ 23ാം തീർത്ഥങ്കരൻ. ശിവജിക്ക് ഛത്രപതി സ്ഥാനം ലഭിച്ച വർഷം? 1674. 1674 ശിവജിക്ക് ഛത്രപതി സ്ഥാനം ലഭിച്ചത്. ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ? അശോകൻ. അശോകനാണ് ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ. ഏതു രാജാവിന്റെ അംബാസഡർമാരാണ് തോമസ് റോയും വില്യം ഹോക്കിൻസും? ജെയിംസ് ഒന്നാമൻ. ജെയിംസ് ഒന്നാമൻ രാജാവിന്റെ അംബാസഡർമാരാണ് തോമസ് റോയും വില്യം ഹോക്കിൻസും. ലോത്തൽ കണ്ടെത്തിയത്? RS റാവു. RS റാവു ആണ് ലോത്തൽ കണ്ടെത്തിയത്. RS റാവു. ആഗ്ര കോട്ട പണി കഴിപ്പിച്ചതാരെ? അക്ബർ. അക്ബറാണ് ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത്. അക്ബർ ആഗ്ര കോട്ട പണി കഴിപ്പിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേര്? ജോൺ കമ്പനി. ജോൺ കമ്പനി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേര് ജോൺ കമ്പനി. ചൗസ യുദ്ധത്തിൽ ഷേർഷാ പരാജയപ്പെടുത്തിയത് ആരെ? ഹുമയൂണിനെ. ഹുമയൂണിനെയാണ് ചൗസ യുദ്ധത്തിൽ ഷേർഷാ പരാജയപ്പെടുത്തിയത്. ഖുറം എന്നറിയപ്പെടുന്ന ആരെ? ഷാജഹാൻ. ഷാജഹാനാണ് ഖുറം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിറ്റ്സ് ഇന്ത്യ ബിൽ അവതരണം ഏതു വർഷം? 1784. 1784 പിറ്റ്സ് ഇന്ത്യ ബിൽ അവതരണം. ശ്രീബുദ്ധൻ തന്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലം? സാരാനാഥ്. സാരാനാഥിലാണ് ശ്രീബുദ്ധൻ തന്റെ ആദ്യ പ്രഭാഷണം നടത്തിയത്. ചോളവംശം സ്ഥാപിച്ചതാരെ? വിജയാലയ. വിജയാലയാണ് ചോളവംശം സ്ഥാപിച്ചത്. മഹാവീരൻ എത്രാമത്തെ തീർത്ഥങ്കരൻ ആണ്? 24. 24ാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ. ബ്രിട്ടീഷുകാർ 1857 നാട് കടത്തിയ മുഗൾ രാജാവ്? ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് ബ്രിട്ടീഷുകാർ 1857 നാട് കടത്തിയത്. ബുദ്ധമത പ്രചാരണത്തിനായി അശോകൻ നേപ്പാളിലേക്ക് അയച്ചത്? ചന്ദ്രമതിയെ. ചന്ദ്രമതിയാണ് ബുദ്ധമത പ്രചാരണത്തിനായി അശോകൻ നേപ്പാളിലേക്ക് അയച്ചത്. അക്ബറുടെ തലസ്ഥാനം? ഫത്തേപൂർ സിക്രി.
ഫത്തേപൂർ സിക്രിയാണ് അക്ബറുടെ തലസ്ഥാനം. ഉഴവുചാൽ പാടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കാലിബംഗാൻ. കാലിബംഗാനിലാണ് ഉഴവുചാൽ പാടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന ആര്? അമീർ ഖുസ്രു. അമീർ ഖുസ്രു ആണ് ഇന്ത്യയുടെ തത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധം ആരംഭിച്ച വർഷം 1744. 1744 ഒന്നാം കർണാട്ടിക് യുദ്ധം ആരംഭിച്ചത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ആരെ? ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. പ്രിയദർശി രാജ എന്നറിയപ്പെടുന്ന ആര്? അശോകൻ. അശോകനാണ് പ്രിയദർശി രാജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവസാനത്തെ ഖിൽജി വംശ രാജാവ് ആര്? മുബാറക് ഷാ. മുബാറക് ഷായാണ് അവസാനത്തെ ഖിൽജി വംശ രാജാവ്. അലക്സാണ്ടർ ഏത് രാജ്യത്തിലെ രാജാവാണ്? മാസിഡോണിയ. മാസിഡോണിയയിലെ രാജാവാണ് അലക്സാണ്ടർ. 17 തവണ ഇന്ത്യയെ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നിയാണ് 17 തവണ ഇന്ത്യയെ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി. രണ്ടാം ജൈനമത സമ്മേളനം നടന്ന സ്ഥലം വല്ലാബി. വല്ലാബിയാണ് രണ്ടാം ജൈനമത സമ്മേളനം നടന്ന സ്ഥലം. ഹർഷവർദ്ധനൻ ഏതു രാജവംശത്തിൽ ഉൾപ്പെടുന്നു? പുഷ്യഭൂതി. ഹർഷവർദ്ധനൻ പുഷ്യഭൂതി രാജവംശത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. ആനകളെ പർവ്വതം മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് രസിച്ചിരുന്ന ഹൂണ രാജാവ് മിഹിരകുലൻ. മിഹിരകുലനാണ് ആനകളെ പർവ്വതം മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് രസിച്ചിരുന്ന ഹൂണ രാജാവ്. നവരത്നങ്ങൾ ഏത് ഗുപ്തരാജാവിൻ്റെ സദസ്യരാണ്? ചന്ദ്രഗുപ്തൻ സെക്കൻഡ്. ചന്ദ്രഗുപ്തൻ സെക്കൻഡിൻ്റെ സദസ്യരാണ് നവരത്നങ്ങൾ. ശകവർഷം ആരംഭിച്ചതാരെ? കനിഷ്കൻ. കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത്. ചേരന്മാരുടെ രാജകീയ മുദ്ര വില്ല്. വില്ലാണ് ചേരന്മാരുടെ രാജകീയ മുദ്ര. ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി. BC 563 ലുംബിനിയിലാണ് ശ്രീബുദ്ധൻ ജനിച്ചത്. അമുക്തമാല്യത എന്ന കൃതി രചിച്ചതാരെ? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരാണ് അമുക്തമാല്യത എന്ന കൃതി രചിച്ചത്. ഇബ്നു ബത്തൂത്ത ഏത് രാജ്യത്തു നിന്നുള്ള സഞ്ചാരിയാണ്? മൊറോക്കോ. മൊറോക്കോ രാജ്യത്തു നിന്നുള്ള സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. ജീവിച്ചിരിക്കുന്ന സന്യാസി ആര്? ഔറംഗസീബ്. ജീവിച്ചിരിക്കുന്ന സന്യാസി എന്ന പോലെ അറിയപ്പെടുന്നത് ഔറംഗസീബാണ്. അലക്സാണ്ടർ അന്തരിച്ചത് എവിടെ വെച്ച്? ബാബിലോണിയ. ബാബിലോണിയയിൽ വെച്ചിട്ടാണ് അലക്സാണ്ടർ അന്തരിച്ചത്. രാമചരിതമാനസത്തിൻ്റെ കർത്താവ് ആര്? തുളസീദാസ്. തുളസീദാസാണ് രാമചരിതമാനസത്തിൻ്റെ കർത്താവ്. സിന്ധു നാഗരികത കാലത്തെ പ്രധാന തുറമുഖം ലോത്തൽ. ലോത്തലാണ് സിന്ധു നാഗരിക കാലത്തെ പ്രധാന തുറമുഖം. ആദ്യമായി ഇന്ത്യയിൽ പീരങ്കിപ്പട പ്രയോഗിച്ചത് ആര്? ബാബർ. ബാബറാണ് ആദ്യമായി ഇന്ത്യയിൽ പീരങ്കിപ്പട ഉപയോഗിച്ചത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.